പെട്ടൽ ടാസ്ക് ആദ്യ ദിവസം പിന്നിട്ടെങ്കിലും അതിൻ്റെ അലയൊലികൾ ഇനിയും തീർന്നിട്ടില്ല. നല്ല രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഷാനവാസും കൂട്ടരും ഹൗസിൽ തിരിച്ചെത്തി. എന്തായാലും അതിനുശേഷം ശൈത്യയും നമ്മുടെ ബിൻസിയും വളരെ ആക്റ്റീവായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അക്ബറും അബിയും അപ്പാനി ശരത്തും ബിന്നിയും കൂടെ ഇരുന്ന് കൂലങ്കഷമായ ചർച്ചയിലാണ്. ഇന്നലെ ഷാനവാസിനെ പലപ്പോഴായി ചെന്ന് ശല്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ആൾ കുറച്ച് മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് എപ്പോഴൊക്കെയോ സഹതാപം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പാനിയോട് അക്ബർ പറയുന്നുണ്ട്, ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്, നീ പോയി വിളിച്ചുണർത്ത്. അപ്പോൾ മാറിക്കിടന്നുറങ്ങുന്ന ഷാനവാസിനെ വിളിക്കാൻ പോകാൻ അപ്പാനിക്ക് മനസ്സില്ല. ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ, നമുക്കിപ്പോൾ എന്തായാലും ഇനി ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം. എടാ, ഇപ്പോൾ വിളിച്ചുണർത്തിയാൽ നല്ല ഉറക്കത്തിലായിരുന്ന ആളുടെ ഉറക്കം നഷ്ടപ്പെടും. ഇനിയുള്ള ദിവസങ്ങളിലും ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ആ ഉറക്കം കുറയും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുറത്താക്കാൻ പറ്റും. അവിടെ സഹതാപം കാണിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് ബിന്നിയും പറയുന്നത്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സഹതാപം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നീ ഇന്നലെ സഹതാപം കാണിച്ചില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അക്ബർ. എന്തായാലും അക്ബറും ബിന്നിയും തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടാവുകയും ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഇന്ന് ബിന്നി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. എന്തായാലും ആശയവ്യത്യാസം തലപൊക്കി തുടങ്ങി. മനുഷ്യത്വം എന്ന വാക്കിന് അപാരമായിട്ടുള്ള വിലയാണ് അല്ലേ? നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായി സിമ്പതി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതോ ഗെയിമിനെ ഗെയിമായിട്ട് എടുത്ത് അവരെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കണോ? നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കണോ? നിങ്ങൾ തന്നെ പറയൂ. എന്തായാലും അടിപൊളിയായിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.